എല്ലാവർക്കും പ്രമേസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റവ പൊറോട്ടയാണ്. റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവയായതുകൊണ്ട് ചൂട് തട്ടുന്ന സമയത്ത് ഇത് കുറുകി വരും. ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോഴും കുറുകി വരുന്നുണ്ട്. ഒന്നിത് തിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് കുറുകി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി അധികം ഡ്രൈ ആവരുത്. ഈ ഒരു പരിവായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതിപ്പം മുഴുവനായിട്ടും ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. തിളപ്പിച്ച് തണിഞ്ഞതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മുട്ടയും പാലും ഓയിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് നമുക്ക് കിട്ടണം. അതിനാവശ്യമായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ കയ്യിലെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ ബോൾസ് ആക്കിയിട്ട് അതിൽ നിന്ന് എടുക്കും. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഇത് തയ്യാറാക്കുന്നത്. അടിക്കോ ഇത് പിന്നെ നമുക്ക് ഇത് പരത്തി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇതിൽ ഓയിൽ കുടിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ പാലും മുട്ടയും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു പൊറോട്ടയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണ്. മൈദ പൊറോട്ടയേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നടുക്ക് സൈഡായിട്ട് ഒരു ഒന്ന് കയറി കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ലെയർ പോലെ കിട്ടും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ലെയറായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് പൊറോട്ടയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. മൈദപ്പൊടി വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്.
നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റവ പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് മൈദ കൊണ്ട് തയ്യാറാക്കുന്നതിന് പകരം റവ കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. എന്നും ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുമില്ല ഇത് തയ്യാറാക്കാനും. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ രണ്ടാമത്തതും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിനി ചുട്ടെടുക്കാം. ഇനി കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പരത്തി വെച്ചത് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് ചൂടായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടോട് കൂടി തന്നെ കൈവച്ച് അടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.